ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഈ സ്ഥാപനമാണ് ഇതിലെ മറ്റൊരു ഈ കൊള്ളക്കേസിൽ പ്രതിയായിട്ടുള്ള മാറിയ ആളിൻ്റെ ഓഫീസ്. ഇവിടെ നിന്നുള്ള പങ്കജ് ഭണ്ഡാരിയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. പങ്കജ് ഭണ്ഡാരി ഇപ്പോൾ ജയിലിലാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. പങ്കജ് ഭണ്ഡാരിയുടെ ഈ സ്മാർട്ട് ക്രിയേഷൻസും ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് SITക്ക് ലഭിച്ചുള്ള വിവരം. SIT വിശ്വസിക്കുന്നു ആ രീതിയിലാണ്. അവരുടെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുമ്പോൾ ഈ ആസ്ഥാനത്തും ED എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. EDയുടെ പരിശോധന ഈ അമ്പത്തൂരിലെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഓഫീസിൽ നടക്കുന്നുണ്ട്. നമുക്കൊപ്പം മനീഷ് മൂർത്തി തത്സമയം ചെന്നൈയിൽ നിന്ന് ചേരുകയാണ്. മനീഷ് മൂർത്തി, ശരിക്കും ഈ ഓഫീസുകളൊക്കെ അടഞ്ഞു കിടക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. അകത്ത് ED ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു. എപ്പോഴാണ് ED ഇവിടെ എത്തിയത്? SKN രാവിലെ 7 മണിയോടുകൂടി തന്നെ എല്ലായിടങ്ങളിലും പരിശോധന ആരംഭിച്ച അതേ സമയത്ത് തന്നെ ഇവിടെയും പരിശോധന ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അകത്തിപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇവിടെ 7 മണിയോടുകൂടി തന്നെ, അതായത് 21 ഇടങ്ങളിലും ഏറെക്കുറെ ഒരേ സമയത്താണ് പരിശോധന എന്നുള്ളതാണ്. അത്തരത്തിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ തന്നെയാണ് EDയുടെ ഭാഗത്തു നിന്നും ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും ഇപ്പോൾ അവിടെ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ണ്ട്. ഏകദേശം 7 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെന്നൈയിൽ നിന്നുള്ള ED യൂണിറ്റിലെ സംഘമാണ് അവിടെ പരിശോധന നടത്തുന്നത്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളാണ് ഒന്ന് പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ വീട്ടിലും വസതിയിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും അവിടെ പരിശോധന തുടരുന്നുണ്ട്. കർണാടകയിലെ ബെല്ലാരിയിൽ മാത്രമല്ല ഉണ്ണികൃഷ്ണപുരിയുടെ ബംഗളൂരുവിലെ വീട്ടിലും പരിശോധനയുണ്ട് എന്നുള്ളൊരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആ അർത്ഥത്തിൽ എല്ലാ ഇടങ്ങളിലും കേരളത്തിന് പുറത്തും സമഗ്രമായ രീതിയിൽ തന്നെയാണ് ED ഈ ഒരു കേസിൽ എന്തായാലും ഒരേ സമയത്ത് എല്ലാ ഇടങ്ങളിലും പരിശോധന നടത്തുക. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെന്നൈയിലെയും അതുപോലെ തന്നെ ബംഗളൂരുവിലെ ED യൂണിറ്റുകളാണ് ഈ ഇടങ്ങളിലെ ബംഗളൂരുവിലും അതുപോലെ തന്നെ ചെന്നൈയിലെയും പരിശോധനകൾ തുടരുന്നത്. എന്തായാലും അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ ഇപ്പോൾ പരിശോധന തുടരുന്നു. രാവിലെ നേരത്തെ തന്നെ പരിശോധന ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SKN. ചെന്നൈയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്ന. അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ED വെളുപ്പിലെ തന്നെ എത്തി. അവർ പരിശോധന ആരംഭിച്ച് ജീവനക്കാരെ വിളിച്ചു വരുത്തിയതാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും അവിടെയും പരിശോധന പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.